ഹായ്, എല്ലാവർക്കും സൈറ ലിനിക്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ 2025 ഡിസംബർ ബാച്ചിന്റെ നെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് അടിപൊളിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ആ പ്രിപ്പറേഷൻ ഒക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ മാത്സിലെ എല്ലാ ആഴ്ചയിലും നമ്മൾ ക്ലാസ്സുകൾക്ക് ശേഷം ഒരു ടെസ്റ്റ് പേപ്പർ ഇടാറുണ്ട്. ആ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ ക്യൂ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അല്ലെ, ടെസ്റ്റ് പേപ്പർ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും അറിയാം. സോ അതെല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തു നോക്കിയിട്ടുണ്ടാവും അറിയാം. സോ ഏറ്റവും പ്യോർ ബേസ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ഇട്ടിരുന്നത്. അല്ലെ, പ്യോർ ബേസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. സോ അത് എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും നമുക്കിത് എങ്ങനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കിട്ടാത്തവര് എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. കിട്ടിയവര് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ള സാധനവും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മൾ നെറ്റിരിക്കുന്ന പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ ചില ക്വസ്റ്റ്യൻസ് ഒഴിച്ച് ബാക്കി ഒരു ക്വസ്റ്റ്യൻസും എക്സാമിന് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. പക്ഷെ ബേസിക്സ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ സാധനങ്ങളൊക്കെ എളുപ്പമായിട്ട് തോന്നുള്ളൂ. അല്ലെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്യോർ ബേസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അപ്പോൾ പ്യോർ ബേസിലുള്ള ഏറ്റവും പ്യോർ ബേസിലുള്ള മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമ്മൾ ഇട്ടിരുന്നത്. അല്ലെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ഫൈൻഡ് ദ നമ്പർ ദാറ്റ് ക്യാൻ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ സീരീസ് ഗിവൺ ബിലോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെ, 1, 27, 125, 343 നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ എപ്പോഴും എന്ത് കാണാതെ പഠിച്ചു വെക്കണം? നമ്മുടെ സ്ക്വയേഴ്സും ക്യൂബ്സ് ഒക്കെ കാണാണ്ട് പഠിച്ചു വെക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞതാണ്. അല്ലെ, 1 മുതൽ 25 വരെയുള്ള സ്ക്വയർ, ഒപ്പം തന്നെ 1 മുതൽ 9 വരെയുള്ള ക്യൂബുകൾ, ഇതൊക്കെ നമ്മൾ മിനിമം ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. കൂടുതൽ ബൈഹാർട്ട് ചെയ്താലും കുഴപ്പമില്ല, പക്ഷെ മിനിമം ഇത്രയെങ്കിലും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പൊ ആ ബൈഹാർട്ട് ചെയ്ത ആളുകളാണെങ്കിൽ ഇതിന്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. നോക്കൂ, 1 എന്ന് പറയുന്നത് നമുക്കറിയാം എന്തിന്റെ ക്യൂബാണ്? 1ന്റെ ക്യൂബാണ്. അല്ലെ, 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ്. 125 എന്ന് പറയുന്നത് 5ന്റെ ക്യൂബാണ്. 343 എന്ന് പറയുന്നത് 7ന്റെ ക്യൂബാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി 1ന്റെ ക്യൂബ്, 3ന്റെ ക്യൂബ്, 5ന്റെ ക്യൂബ്, 7ന്റെ ക്യൂബ്, അടുത്ത എന്തിന്റെ ക്യൂബാ വരണ്ടേ? 9ന്റെ ക്യൂബ്. അല്ലെ, 1, 3, 5, 7, 9 അല്ലേ വരണ്ടേ? 9ന്റെ ക്യൂബ് എത്രയാ? 9ന്റെ ക്യൂബ് 729 ആണ്. സോ അടുത്ത ആൻസർ 729 ആണ് എന്നുള്ളത് നിങ്ങളുടെ ക്യൂബും സ്ക്വയറും ബൈഹാർട്ട് ചെയ്ത ഒരാളാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടാവുന്ന ആൻസർ ഉണ്ട്. അല്ലേ, സോ എത്ര ആൻസർ? 729. ഇത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എക്സാമിന് ചോദിക്കാറുള്ളത് തന്നെയാണ് കേട്ടോ. ഇങ്ങനെ നെക്സ്റ്റ് എന്താണ് വരിക എന്നുള്ള സാധനം നമ്മുടെ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുള്ള ചോദ്യം. യെസ്, പിന്നെ എന്തായിരുന്നു ചോദ്യം? 12 + 5 - 8 + 3. ഇത് പലർക്കും ഉണ്ടാവുന്ന ഒരു ഡൗട്ടാണ്. അതായത് നമ്മൾ ഈ ബോർഡ് മാസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരാൻ വഴിയുണ്ട്. ഇവിടെ ബോർഡ് മാസ് ഉണ്ടായിരുന്നു, ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ എന്നുള്ളതായിരുന്നു. അല്ലെ, ഇവിടെ ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, ഡിവിഷൻ ഇല്ല, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല. നമുക്കുള്ള ഏതാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ മാത്രമാണ് ഈ ഒരു ക്വസ്റ്റൻ ഉള്ളത്. നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന കേസ് ഈ 12ഉം 5ഉം കൂട്ടി 8ഉം 3ഉം സെപ്പറേറ്റ് കൂട്ടി, എന്നിട്ട് 12ഉം 5ഉം 17 - 8 + 3 11, 17 - 11 6 അല്ലേ ആൻസർ എന്ന് വിചാരിക്കും. ഇത് തെറ്റാണ്. ഇതില്ല ഇവിടുത്തെ ആൻസർ. ഇവിടുത്തെ ആൻസർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത് ചോദിച്ചാൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കുറയ്ക്കാൻ, സബ്ട്രാക്ട് ചെയ്യാനുള്ളത് ഒരു സംഖ്യയുടെ ചിഹ്നം എപ്പോഴും എവിടെ കിടക്കാം? ഇതിന്റെ ഫ്രണ്ടിലാണ് കിടക്കാം. അല്ലെ, ഇവിടെ സബ്ട്രാക്ട് ചെയ്യാനുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഈ 8 മാത്രമാണ് സബ്ട്രാക്ട് ചെയ്യാനുള്ള സാധനം, ഈ 3 സബ്ട്രാക്ട് ചെയ്യാനുള്ളതല്ല. അപ്പൊ ഇവിടെ നോക്കി, ഈ 11 സബ്ട്രാക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ 3ഉം കൂടെ ചേർത്തിട്ടാണ് അവിടെ സബ്ട്രാക്ട് ചെയ്യുന്നത്. അല്ലെ, ആ 3 എന്ത് ചെയ്യാനുള്ളതാ? പ്ലസ് എന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യാനുള്ളതാ. അപ്പൊ നമ്മുടെ ഈ ഒരു റൂൾ അനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആഡ് ചെയ്യാനുള്ളത് ഏതൊക്കെയാ നോക്കുമ്പോൾ 12 ആഡ് ചെയ്യാനുള്ളതാണ്, 5. 12 ഫ്രണ്ടിൽ ഒരു ചിഹ്നം ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം പ്ലസ് ആണ്. അപ്പൊ 12 ആഡ് ചെയ്യാനുള്ളതാണ്, 5 ആഡ് ചെയ്യാനുള്ളതാണ്, 3 ആഡ് ചെയ്യാനുള്ളതാണ്. ഇത് 3ഉം ആഡ് ചെയ്യാനുള്ളതാ. 12 - 5 17, 3ഉം 20. ആ 20ന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം? 8 കുറയ്ക്കണം. സബ്ട്രാക്ട് ചെയ്യേണ്ടത് ഏതാണ്? 8 മാത്രമാണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പൊ 20 - 8 എത്ര വരിക? 12 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. ഓക്കെ, ഓപ്ഷനിൽ അതിന്റെ ആൻസർ ഇല്ലായിരുന്നു. സോ ഓക്കെ, ഇവിടുത്തെ ആൻസർ എത്ര ആയിരിക്കും? 12 ആയിരിക്കും ആൻസർ. അപ്പൊ ഇവിടുത്തെ ആൻസർ 12 ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി നമുക്ക് തൽക്കാലം 12 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 12 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. ഓപ്ഷനിൽ തെറ്റിപ്പോയതാണ്. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തു വരിക. 12ഉം 5ഉം 17, 17 - 8 9, 9 + 3 12 എന്നുള്ള സാധനമായിരിക്കും അവിടെ വരിക. അപ്പൊ ആൻസർ എത്രയാണ്? 12 ആയിരിക്കും ഇവിടുത്തെ ആൻസർ ആയിട്ട് വരും. പ്ലസും മൈനസും മാത്രമേ ഉള്ളൂ ഒരു ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ നിങ്ങൾ ബോർഡ് മാസ് നോക്കുക വേണം. നിങ്ങൾ ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്തു വന്നു. ഇവിടുത്തെ കേസ് 12ഉം 5ഉം പ്ലസ് ചെയ്യാൻ, അപ്പൊ 12ഉം 5ഉം കൂട്ടി 17, 17ന്ന് 8 കുറച്ചു, അപ്പൊ എത്ര വരും? 9, 9നോടൊപ്പം 3 കൂട്ടി, അപ്പൊ എത്രയായിരിക്കും ആൻസർ? 12 ആയിരിക്കും ആൻസർ. ഇനി ബോർഡ് മാസ് നോക്കുകയാണെങ്കിലും ശരിക്കുള്ള ആൻസർ എത്ര തന്നെയാണ്? 12 തന്നെയാണ് കിട്ടുക. പക്ഷെ നമുക്ക് പൊതുവെ തെറ്റിപ്പോകുന്ന ഒരു സാധനമാണ് 12ഉം 5ഉം കൂട്ടും പിന്നെ 8ഉം 3ഉം വേറെ സെപ്പറേറ്റ് കൂട്ടും. അതല്ല ചെയ്യേണ്ടത്. ഇവിടെ 8 മാത്രമാണ് കുറയ്ക്കാനുള്ളത്, ഈ 3ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ അഡീഷൻ എന്നുള്ള സാധനം നോക്കുമ്പോൾ 12ഉം 5ഉം 3ഉം ഒക്കെ ആഡ് ചെയ്യാനുള്ളതാണ്. അത് ചെയ്തതിന് ശേഷം വേണം സബ്ട്രാക്ട് ചെയ്യാനുള്ള ആ ആൻസർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ
ബോർഡ് മാസ് ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു അല്ലെ. അപ്പൊ ബോർഡ് മാസ് അനുസരിച്ച് നമ്മൾ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ചെയ്യണം. ബ്രാക്കറ്റ് ഇല്ല ഇവിടെ അല്ലെ. പിന്നെ ഏതാ ഓഫ് ഉണ്ടോ നോക്കണം. ഓഫ് ഇല്ല ഇവിടെ. പിന്നെ ഏതാ ഡിവിഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് ഇവിടുത്തെ ഡിവൈഡ് ചെയ്യാനുള്ള സാധനങ്ങൾ? ഏതൊക്കെയാണ് ഡിവൈഡ് ചെയ്യാനുള്ളത്? 5/5 ഡിവിഷൻ ആണ്. വീണ്ടും 5/5 ഡിവിഷൻ ആണ്. അപ്പൊ ബാക്കിയൊക്കെ അങ്ങനെ അതേപോലെ എഴുതുന്നു. 5 പ്ലസ് 5 ഇൻറ്റു 5/5 എത്രയാ? 1 ആണ് അല്ലെ. മൈനസ് വീണ്ടും 5/5 എത്രയാ? 1 ആണ്. മൈനസ് 5 ആണല്ലോ. അപ്പൊ ഡിവിഷൻ കഴിഞ്ഞു. അടുത്ത ഏതാ ചെയ്യേണ്ട? മൾട്ടിപ്ലിക്കേഷൻ. 5 ഇൻറ്റു 1 ആണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേഷൻ. സോ 5 പ്ലസ് 5 ഇൻറ്റു 1 എത്രയാ? 5 മൈനസ് 1 മൈനസ് 5 അല്ലെ. അപ്പൊ നീ കൂട്ടി നോക്കൂ. 5 5 ഇനി പ്ലസ് മൈനസ് മാത്രമായില്ലേ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടു റൈറ്റ് ചെയ്ത് വരാം. 5 5 കൂട്ടുമ്പോ 10. ഒന്ന് കുറച്ചാൽ 9. 9 5 കുറച്ചാൽ എത്ര വരിക? 9 മൈനസ് 5 4 ആയിരിക്കും. ഓക്കെ. ബോർഡ് മാസ് എന്നുള്ളത് ആ കറക്റ്റ് ഓർഡറിൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ നോക്കൂ. ഇവിടെ കുറെ ബ്രാക്കറ്റുകൾ വന്നിരിക്കുന്നു അല്ലെ. അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ ബ്രാക്കറ്റ് വരികയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഉള്ളിലത്തെ ബ്രാക്കറ്റിലേക്ക് ഏറ്റവും ആദ്യം പോകാന്നുള്ളതാണ്. ഇവിടെ നോക്കൂ. ഏറ്റവും വലിയൊരു ബ്രാക്കറ്റ് തുടക്കത്തിൽ വന്നിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ ബ്രാക്കറ്റ് ആണ് പിന്നെ രണ്ടാമത് വന്നിരിക്കുന്നത്. പിന്നെ ഈ ബ്രാക്കറ്റ് ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും ഉള്ളിലത്തെ ബ്രാക്കറ്റിലേക്ക് പോകാന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ പണി. സോ ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ എഴുതുക. 76 ബ്രാക്കറ്റ് ഇട്ടിട്ട് മൈനസ് ആ ബ്രാക്കറ്റ് നമ്മൾ കളയേണ്ട 90 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു. ഇനി ഈ ബ്രാക്കറ്റിൽ ഞാൻ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? 36/3 അല്ലേ. ഡിവിഷൻ. ബ്രാക്കറ്റിനുള്ളിൽ വീണ്ടും നമ്മൾ ബോർഡ് മാസ് ചെയ്യണം. സോ ഏറ്റവും ഉള്ളിലത്തെ ബ്രാക്കറ്റിലേക്ക് പോവാം. വീണ്ടും ബോർഡ് മാസിൽ ഏതാണ് ആദ്യം വരിക നോക്കുക. അവിടെ മൈനസ് ഉണ്ട്, ഡിവിഷൻ ഉണ്ട് അല്ലെ. ആ ഒറ്റ ബ്രാക്കറ്റിനകത്ത് മൈനസും ഡിവിഷനും ഉണ്ട്. അപ്പൊ അതിലെ ഡിവിഷൻ ആണ് ഞാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഒരു സിംഗിൾ ആൻസർ കിട്ടുന്നവരെ ആ ബ്രാക്കറ്റ് നമ്മൾ കളയരുതേ. 24 മൈനസ് 36/3 എത്രയാണ്? 36 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 12 ആണ്. ആ 12 അവിടെ എഴുതി. ഡിവൈഡഡ് ബൈ 3 അതേപോലെ എഴുതി. ബ്രാക്കറ്റുകളൊക്കെ അതേപോലെ എഴുതി. ഇനി നമ്മൾ വീണ്ടും ഈ ബ്രാക്കറ്റ് തന്നെയാണ് ഉള്ളത്തെ ഏറ്റവും വലിയ ബ്രാക്കറ്റ് തന്നെ. അത് തന്നെയാണ് 24 മൈനസ് 12. അവിടെ എത്രയെന്ന് എഴുതാം? 12 എന്ന് എഴുതാം. ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതി. 76 മൈനസ് 90 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 24 മൈനസ് 12 എത്രയാ? 12 ഡിവൈഡഡ് ബൈ 3. അപ്പൊ ഒരു സിംഗിൾ ആൻസർ കിട്ടിയാൽ പിന്നെ നമുക്ക് ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. അവിടെ 24 മൈനസ് 12 12 എന്ന് കിട്ടിയല്ലോ. അപ്പൊ ആ മറ്റേ ബ്രാക്കറ്റ് നമുക്ക് ഒഴിവാക്കും. എന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതേപോലെ എഴുതുന്നു. ഇനി നമ്മൾ നോക്കുമ്പോ ഈ ബ്രാക്കറ്റിനുള്ളിൽ ഈ ബ്രാക്കറ്റ് ആണ്. പിന്നെ ഇതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. സോ അതിന് നമുക്കറിയാം ബ്രാക്കറ്റിനുള്ളിൽ ഡിവിഷനും ഉണ്ട്, ഇൻറ്റു ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടതെന്നുള്ള അറിയാലോ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അതേപോലെ എഴുതി. 76 മൈനസ് സിംഗിൾ ആൻസർ കിട്ടുന്ന വരെ ആ ബ്രാക്കറ്റ് നമ്മൾ കളയരുത്. 90/5 എത്രയാ? 90/5 ഇതിനിട്ട് എന്ന് കിട്ടും. ഇൻറ്റു 12/3 എത്രയാ? 4 എന്ന് കിട്ടും. സോ ആ ബ്രാക്കറ്റ് നമ്മൾ അതേപോലെ ചെയ്യും. ഇനി നമുക്കറിയാം ഇവിടെ ഇൻറ്റു ആണ് അടുത്തായിട്ട് ചെയ്യേണ്ടത് അല്ലെ. പിന്നെ ബ്രാക്കറ്റിനകത്ത് ഇൻറ്റു മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് ചെയ്യാൻ പോകുന്നു. 76 മൈനസ് 18 ഇൻറ്റു 4 എത്രയാ? 72 ആണ്. അപ്പൊ ഒരു സിംഗിൾ ആൻസറിലേക്ക് അവിടെ എത്തിയോണ്ട് 72 എന്ന് നമ്മൾ എഴുതി. ആ ബ്രാക്കറ്റ് കളഞ്ഞു. ഇനി നോക്കൂ. 76 മൈനസ് 72 മാത്രമല്ലേ ഉള്ളൂ. 76 മൈനസ് 72 ആൻസർ എത്രയാ? 4 ആണ്. സോ ദ ആൻസർ ഈസ് 4. കണ്ടോ? അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ വീണ്ടും ബോർഡ് മാസ് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ. വിച്ച് വൺ ബിലോ ഇസ് എ പോസിറ്റീവ് നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലെ പോസിറ്റീവ് നമ്പർ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യത്തെ എന്താണ്? -2 ഇൻറ്റു 3. നമുക്കറിയാം നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? നെഗറ്റീവ് ആയിരിക്കും ആൻസർ. അപ്പൊ ഇവിടുത്തെ ആൻസർ എത്രയാ? -2 ഇൻറ്റു 3 -6 ആണ്. -35 പ്ലസ് 11 എത്രയാ വരിക? എങ്ങനെ നമ്മൾ ആലോചിക്കേണ്ടത്? ഇവിടെ 35 രൂപ ഞാൻ ആർക്കോ നെഗറ്റീവ് കാണുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു സംഖ്യയുടെ ഫ്രണ്ടിലും നെഗറ്റീവ് കാണുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം എന്താ? ഞാൻ ആർക്കോ 3 രൂപ കടം കൊടുക്കാനുണ്ട്. എന്റെ കയ്യിലുള്ളതാണ് പ്ലസ് കാണുന്നത്. 11 രൂപ എന്റെ കയ്യിലുണ്ട്. അപ്പൊ ഞാൻ കടം കൊടുക്കാനുള്ള 35 രൂപ കടം കൊടുക്കാനുള്ള ഒരാൾക്ക് 11 രൂപ കൊണ്ടേ കൊടുത്താല് അത് തീരുന്നുണ്ടോ? ഇല്ല. വീണ്ടും 24 രൂപ കടമാണ്. കടമായതുകൊണ്ട് -24 ആയിരിക്കും അവിടുത്തെ ആൻസർ. -15 ഡിവൈഡഡ് ബൈ -5 എന്ന് പറയുമ്പോൾ എത്ര വരാം? നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ്. നെഗറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകളും ചിഹ്നങ്ങൾ സെയിം ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോഴും ഇൻറ്റു ചെയ്യുമ്പോഴും ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ -15 ഡിവൈഡഡ് ബൈ -5 എന്ന് പറയുന്ന ആൻസർ എത്രയാ? +3 എന്നായിരിക്കും വരിക. സോ ഇവിടുത്തെ ആൻസർ ആണ് പോസിറ്റീവ് ആയിട്ട് വരിക അല്ലെ. അപ്പൊ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി. 9 - 12 ചെയ്യുമ്പോഴും 9 രൂപ കയ്യിലുണ്ട്, 12 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. 12 രൂപ കൊടുക്കാനുള്ള ഒരാൾക്ക് കൊണ്ട് 9 രൂപ കൊടുത്താലും കടം തീരില്ല. പിന്നെ ഒരു 3 രൂപയും കൂടെ കൊടുക്കാനുണ്ട്. സോ -3 ആയിരിക്കും അവിടെ വരിക അല്ലെ. ബാക്കി എല്ലാം നെഗറ്റീവ് ആൻസർ ആണ്. ഓപ്ഷൻ സി മാത്രം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആൻസർ. ഇതൊക്കെ നമുക്ക് ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടി ഇടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് കേട്ടോ. ഇതൊന്നും എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല. സോ നമുക്ക് ആദ്യം ബേസുകൾ ക്ലിയർ ആക്കിയതിനു ശേഷം നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ. യെസ്. ഇതെന്താ ചെയ്യേണ്ടത്?
പ്ലസ് 15 -25 പ്ലസ് 12 ഡിവൈഡഡ് ബൈ -26. സോ നമ്മൾ ആദ്യം പ്ലസ് 15 എന്ന് പറയുമ്പോൾ അതിനെ 15 തന്നെ എടുത്താൽ മതി. പിന്നെ ബ്രാക്കറ്റിനുള്ള ഒരു സംഖ്യ എഴുതിയാലും അതിന് നമ്മൾ ബ്രാക്കറ്റ് എഴുതാണ്ട് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ രണ്ട് നെഗറ്റീവുകൾ ഒന്നിച്ചു വരുമ്പോൾ ചിഹ്നങ്ങൾ രണ്ടെണ്ണം ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പോലെ ആലോചിക്കുക. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, സംഖ്യകളല്ല, നമ്മൾ ചുമ്മാ ആലോചിക്കുക. നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ വരിക? പ്ലസ് ആണ് വരിക. സോ ആ പ്ലസ് അവിടെ എഴുതി. ഓക്കെ, പ്ലസും മൈനസും ആണെങ്കിൽ മൈനസ് എഴുതും, കാരണം പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്താ വരിക? നെഗറ്റീവ് ആ വരിക. അതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ആണ് അപ്പ് എഴുതുക. പക്ഷെ രണ്ട് നെഗറ്റീവ് ആയതുകൊണ്ട് എഴുതി 25 എഴുതി, പ്ലസ് 12 എഴുതി, ഡിവൈഡഡ് ബൈ -26. ഇനി നോക്കൂ എത്രയാണ്? 15 പ്ലസ് 25 ഇറ്റ് ഈസ് 40. 40 പ്ലസ് 12 എത്രയാ? 52 അല്ലെ? അപ്പൊ 52 ഡിവൈഡഡ് ബൈ -26 കിട്ടി. നമുക്കറിയാം പോസിറ്റീവ് ഡിവൈഡഡ് ബൈ നെഗറ്റീവ്. 52 ചിഹ്നം പോസിറ്റീവ് ആണ്, 26 ചിഹ്നം നെഗറ്റീവ് ആണ്. പോസിറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് എന്താണ് വരിക? നെഗറ്റീവ് ആണ് വരിക. 52 ഡിവൈഡ് ബൈ 26 ആൻസർ എത്ര വരിക? 2 ആണ് വരിക. സോ ദ ആൻസർ ഈസ് -2. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? ഇഫ് അറ്റ് മീൻസ് അഡീഷൻ, പെർസെന്റേജ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ, ഡോളർ മീൻസ് ഡിവിഷൻ. ഇത് ചിലപ്പോൾ എക്സാമിന് ചില സമയങ്ങളിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യമാണ്. സോ എങ്ങനെയാണ് ഇതിന്റെ വാല്യൂ എന്തായിരിക്കുന്നതാണ് ചോദ്യം. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അറ്റിന് എന്താണ്? അറ്റ് മീൻസ് അഡീഷൻ ആണ്. അഡീഷൻ മീൻസ് പ്ലസ് ഇട്ട് കൊടുക്കാം. 105 ഡോളർ. ഡോളർ മീൻസ് എന്താണ്? ഡിവിഷൻ ആണ്. സോ 105 ഡിവൈഡഡ് ബൈ 15. പെർസെന്റേജ് മീൻസ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇൻറ്റു 6. ഹാഷ് മീൻസ് സബ്ട്രാക്ഷൻ ആണ്. അപ്പൊ -29. ഇനി നമ്മൾ ബോർഡ് മാസ് അനുസരിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? പ്ലസ്, ഡിവിഷൻ, ഇൻറ്റു, മൈനസ് ഒക്കെ ഉള്ളപ്പോ ഡിവിഷൻ ആണ് ആദ്യം ചെയ്യാം. അപ്പൊ 23 പ്ലസ് 105 ബൈ 15 ആൻസർ എത്രയാണ്? 105 ബൈ 15. 105 15 എത്ര ആഴ്ച? 3 ആലോചിച്ച് നോക്കിയും. 15 ഇൻറ്റു 6 90 ആണ്. അപ്പൊ 15 ഇൻറ്റു 7 ആയിരിക്കും 105 എന്ന് പറയുന്ന സമയം. 105 ബൈ 15 ചെയ്യുമ്പോൾ നമുക്ക് 7 ആണ് കിട്ടുക. 7 ഇൻറ്റു 6 -29. ഇനി നമ്മൾ ഏതാ ചെയ്യേണ്ടത്? ഡിവിഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? 23 പ്ലസ് 7 ഇൻറ്റു 6 എത്രയാ? 42 -29. അപ്പൊ ഇനി ഇവിടെ കൂട്ടുമ്പോൾ 23 പ്ലസ് 42, 23 42 കൂട്ടുമ്പോൾ എത്ര കിട്ടാം? 23 4 2 4 6 5 അല്ലേ? അപ്പൊ എത്ര വരാം? 65 എന്ന് വരും. 65 മൈനസ് 29 എത്ര കിട്ടുക? 65 മൈനസ് 29, 65 മൈനസ് 30 ആണെങ്കിൽ എത്രയാണ് വരിക? 35 വരിക. 65 മൈനസ് 29 എന്ന് പറയുമ്പോൾ എത്ര വരും? 36 എന്നായിരിക്കും ഇവിടുത്തെ ആൻസർ അല്ലെ? 65 മൈനസ് 29 എത്ര വരും? 36 ആയിരിക്കും. സിമ്പിൾ അല്ലേ? അടുത്ത ചോദ്യം എന്താണ്? വിച്ച് ടു സൈൻസ് ഷുഡ് ബി ഇന്റർചേഞ്ച് ടു മേക്ക് ദ ഗിവൺ ഇക്വേഷൻ കറക്റ്റ്. നമ്മൾ ബോർഡ് മാസ് ക്ലിയർ ആയിട്ടൊന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ ഈ ചോദ്യങ്ങളൊക്കെ അതുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു. ഏത് രണ്ട് ചിഹ്നങ്ങൾ മാറ്റിയാലാണ് ഈ ഇക്വേഷൻ കറക്റ്റ് ആവുക എന്നുള്ളത്? ഡിവൈഡർ ബൈയും പ്ലസും ആണോ? പ്ലസും മൈനസും ആണോ? പ്ലസും ഇൻറ്റു ആണോ? ദെൻ ഡിവൈഡർ ബൈയും ഇൻറ്റു ആണോ? ഏത് മാറ്റിയാലാണ് ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആവുക എന്നുള്ളതായിരുന്നു ചോദ്യം. നമുക്കൊന്ന് നോക്കി നോക്കാം. ഇപ്പൊ ഇവിടുത്തെ ചെയ്ത് എന്തായാലും 40 കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് ആദ്യമേ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ഡിവൈഡർ ബൈയും പ്ലസും മാറ്റാൻ പറ്റുമോ നോക്കി നോക്കാം. അപ്പൊ 16 പ്ലസിന് വരെ എന്ത് എഴുതണം? ഡിവൈഡർ ബൈ എഴുതണം. 4 ഡിവൈഡർ ബൈക്ക് വരെ എന്ത് എഴുതണം? പ്ലസ് എഴുതണം. ഇൻറ്റു പ്ലസ് 2 ഇൻറ്റു 12 -4. മറ്റൊന്നും മാറ്റണ്ട. ഇതിന്റെ ആൻസർ 40 ആണോ കിട്ടുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ മതി. സോ എത്രയാണ്? ഇവിടെ ഏതാണ് ഞാൻ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് 16 ബൈ 4 എത്ര വരിക? 4. 2 ഇൻറ്റു 12 -4. വേണമെങ്കിൽ 2 ഇൻറ്റു 12 നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് ചെയ്യാം കേട്ടോ. ഇതിന് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം. പ്ലസും മൈനസും ഉള്ളവരെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരിക? 4 പ്ലസ് 2 ഇൻറ്റു 12 എത്രയാ? 24 -4. സോ 40 ആണോ കിട്ടുക? 4 പ്ലസ് 24 28, 28 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 24 ആയിരിക്കും ഇവിടെ വരിക. 40 അല്ല വരിക. സോ അപ്പൊ ഇതിനുള്ള ഓപ്ഷൻ എന്നുള്ളത് ക്ലിയർ ആയി. ഓക്കെ, ഇതിന് പ്ലസ് മൈനസ് മാറ്റി നോക്കിയാലോ? 16 പ്ലസിന് പകരം -4 ഡിവൈഡ് ബൈ ഒന്നും മാറ്റമില്ല. 2 ഇൻറ്റുവിന് മാറ്റമില്ല അല്ലെ? ഇൻറ്റു 12 മൈനസിന് പകരം പ്ലസ് അല്ലെ? അപ്പൊ ഇതിൽ 4 ബൈ 2 ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ 16 മൈനസ് 4 ബൈ 2 എത്രയാ? 4 ബൈ 2 2 ആണ്. 2 ഇൻറ്റു 12 മൈനസ് 4 എന്ന് വരും. 4 എന്ന് വരും. 16 മൈനസ് 2 ഇൻറ്റു 12 എത്രയാ? 24 പ്ലസ് 4 40 കിട്ടാൻ വഴിയുണ്ടോ? 16 4 20 മൈനസ് 24 എന്നൊക്കെ പറയുമ്പോൾ -4 ആയിരിക്കും ഇവിടെ വരിക. സോ അതുമല്ല എന്ന് ക്ലിയർ ആയി. ഇനി അടുത്ത പ്ലസും ഇൻറ്റു നമുക്കൊന്ന് മാറ്റി നോക്കാം. 16 പ്ലസിന് പകരം ഇൻറ്റു അല്ലെ? 4 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റുവിന് പകരം എന്താണ്? പ്ലസ് 12 മൈനസ് 4. ഇവിടെ ഏതാണ്? 4 ബൈ 2 ചെയ്യണം. 16 ഇൻറ്റു 4 ബൈ 2 എത്രയാ? 2 പ്ലസ് 12 മൈനസ് 4. ഇനി ഇൻറ്റു ചെയ്യുമ്പോൾ 16 ഇൻറ്റു 2 32 കിട്ടും. 32 12 കൂട്ടിയാൽ 44, 44 മൈനസ് 4 40. കറക്റ്റ് അല്ലേ?
യെസ്. അപ്പൊ ഏതാണ് ആൻസർ? പ്ലസ് ഇൻറ്റു ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു. അപ്പൊ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് ആയിട്ട് എടുത്ത് ചെയ്ത് നോക്കേണ്ടി വരും ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാണ് ഇവിടുത്തെ ആൻസർ? പ്ലസ് ആൻഡ് ഇൻറ്റു ആണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലായി. ഓക്കെ, മൂവിങ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. What will come in the place of question mark in the following equation if plus and minus are interchanged and into and division are interchanged? ഈ ക്വസ്റ്റ്യൻ പ്ലസും മൈനസും അങ്ങോട്ടും മാറ്റുന്നു, ഇൻറ്റു ഡിവിഷനും അങ്ങോട്ടും മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആൻസർ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ പ്ലസും മൈനസും മാറ്റുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്ലസിന് പകരം മൈനസ് എന്നും മൈനസിന് പകരം പ്ലസ് എന്നിട്ട് കൊടുക്കണം, ഇൻറ്റുവിന് പകരം ഡിവിഷൻ എന്നും ഡിവിഷന് പകരം ഇൻറ്റു എന്നിട്ട് കൊടുക്കണം. അപ്പൊ 42 ഇൻറ്റുവിന് പകരം എന്തിനാ പറഞ്ഞ ഡിവിഷൻ ബൈ 7, ഡിവിഷന് പകരം ഇൻറ്റു ഇടണം, സോ ഇൻറ്റു 12, മൈനസിന് പകരം പ്ലസ് ഇടണം, പ്ലസ് 77 മൈനസ് പ്ലസിന് പകരം മൈനസ് ഇടണം, ഇപ്പൊ 13. ഇനി ഇവിടെ ഏതാണ് ഞാൻ ആദ്യം ചെയ്യേണ്ടത്? ഡിവിഷൻ അല്ലേ? 42/7 എത്ര വരിക? 6 ഇൻറ്റു 12 പ്ലസ് 77 മൈനസ് 13 എന്ന് കിട്ടും. സോ ഇതിൽ ഇനി എടുത്ത ഏതാ ചെയ്യേണ്ടത്? 6 ഇൻറ്റു 12 കിട്ടാ 72 എന്ന് കിട്ടും. അപ്പൊ 72 77 അതിന്ന് 13 കുറയ്ക്കാണ് ചെയ്യാം. 72 77 കൂട്ടിയാൽ 149 കിട്ടും, മൈനസ് 13. 149 മൈനസ് 13 എത്രയാ? 136 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് 136. കണ്ടോ, സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് വിൽ കം നെക്സ്റ്റ് അല്ലെ? 1 2 ആയി, 2 6 ആയി, 6 15 ആയി, 15 31 ആയി, 31 56 ആയി. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ കൂടി കൂടി പോകുന്നത് നമുക്ക് നോക്കി നോക്കാം അല്ലെ? 1 2 ആയി മീൻസ് ഇവിടെ പ്ലസ് 1 കൂടി. ഓക്കെ, 2 6 ആയി മീൻസ് ഇവിടെ 2നൊപ്പം 4 കൂട്ടിയല്ലേ 6 കിട്ടാ, അപ്പൊ 4 കൂടി. 6 15 ആയി മീൻസ് ഇവിടെ എത്ര കൂടി? 9 കൂടി. 15 31 ആയി മീൻസ് ഇവിടെ എത്ര കൂടി? 16 കൂടി അല്ലെ? 31 56 ആയി മീൻസ് അവിടെ 25 കൂടി. സോ നോക്കൂ എന്ത് കൂടി കൂടി വരുന്നേ? ആദ്യം 1 കൂടി, പിന്നെ 4 കൂടി, പിന്നെ 9 കൂടി, പിന്നെ 16 കൂടി, പിന്നെ 25 കൂടി. സോ എന്താ സാധനം? സ്ക്വയേഴ്സ് ആണ് അല്ലെ? 1 4 9 16 25. അപ്പൊ ഇനി ഓട്ടോമാറ്റിക്കലി അടുത്ത് എത്രയായിരിക്കും കൂട്ടേണ്ടി വരിക? 56 ആയിരിക്കും. സ്ക്വയർ പഠിച്ച ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ 56 36 കൂട്ടുന്നതായിരിക്കും ആൻസർ. 56 36 കൂട്ടി എത്ര കിട്ടാം? 6 6 12, ബാക്കി 1 5 3 8 1 9 92 ആയിരിക്കും ഇവിടുത്തെ ആൻസർ. സിമ്പിൾ അല്ലെ? ഈ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഇപ്രാവശ്യത്തെ ആദ്യത്തെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായത്. സോ ഇത് നമുക്ക് ബേസിക്സ് ക്ലിയർ ആവാൻ വേണ്ടി മാത്രം ഇട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് ഒരിക്കലും എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമല്ല. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ എക്സാമിന് ഇതൊന്നും ചോദിക്കില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. നമ്മൾ ആദ്യം ബേസ് ക്ലിയർ ആക്കിയതിനു ശേഷം നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളിലേക്കൊക്കെ വരാം. ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ ബേസ് തന്നെയായിരിക്കും പോവുക. ബേസ് ക്ലിയർ ആയാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റു സാധനങ്ങളിലേക്കും വരും. അടുത്ത ആഴ്ചത്തെ ടെസ്റ്റ് പേപ്പറിന്റെ ആൻസർ ക്യൂ ആയിട്ട് അടുത്ത ആഴ്ച കണ്ടുപിടിക്കും. അതുവരേക്കും താങ്ക് യു വെരി മച്ച്.